ഹായ്, ഏറെ രസകരമായ ഒരു ചലച്ചിത്രം ദ കിഡ് വു വുഡ് ബി എ കിങ്. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് മറ്റൊരു കഥ പറഞ്ഞു വെച്ചുകൊണ്ടാണ്. പണ്ട് ബ്രിട്ടനിൽ ഊദർ രാജാവിന്റെ മരണത്തെ തുടർന്ന് സിംഹാസനത്തിന്റെ നിയന്ത്രണത്തിനായി എതിർവിഭാഗങ്ങൾ ക്രൂരമായ യുദ്ധങ്ങൾ തുടങ്ങി. അതോടെ ബ്രിട്ടൻ കടുത്ത പ്രതിസന്ധിയിലായി. കിരീടം അവകാശപ്പെടാൻ വ്യക്തമായൊരു പിൻഗാമി ഇല്ലാതിരുന്നതിനാൽ മെർലിൻ എന്ന ശക്തമായൊരു മന്ത്രവാദി ഇടപെടുന്നതുവരെ അവിടെ അരാജകത്വം നിലനിന്നു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അദ്ദേഹം ഒരു മാന്ത്രിക വാൾ നിർമ്മിച്ച് അതൊരു പാറയ്ക്കുള്ളിൽ ആഴ്ത്തിവെച്ചു. ബ്രിട്ടന്റെ യഥാർത്ഥ ഭരണാധികാരിക്ക് മാത്രമേ അത് പുറത്തെടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പലരും ശ്രമിച്ചെങ്കിലും ആർതർ എന്ന കൊച്ചുബാലൻ മുന്നോട്ട് വന്ന് ആ അസാധ്യമായ കാര്യം സാധ്യമാക്കുന്നതുവരെ ആരും തന്നെ വിജയിച്ചിരുന്നില്ല. ആർതറുടെ ചുവടുകൾ ദീർഘകാലമായി മറഞ്ഞിരുന്ന ഒരു സത്യം കൂടി വെളിപ്പെടുത്തി. തകർന്നു കിടക്കുന്ന രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വിധിക്കപ്പെട്ട ഊദർ രാജാവിന്റെ രഹസ്യപുത്രനായിരുന്നു അവൻ. അവന്റെ ഭരണത്തിന്റെ കീഴിൽ ബ്രിട്ടനും ഇംഗ്ലണ്ടും അഭിവൃദ്ധി നേടി. എന്നാൽ ശക്തിയായ ഒരു ശത്രു അവശേഷിച്ചിരുന്നു. ആർതറിന്റെ തന്നെ സഹോദരി മൊറിഗാന. ആഭിചാരവിദ്യ സ്വായത്തമാക്കിയ അവൾ അധികാരം പിടിച്ചെടുക്കാനുള്ള ആ ശ്രമത്തിൽ സ്വയം ഒരു ഭയങ്കര ജീവിയായി മാറി. അവളുടെ അപാരമായ ശക്തിയുണ്ടായിട്ടും ആർതറും അവന്റെ വിശ്വസ്തരായ യോദ്ധാക്കളും ചേർന്ന് അവളെ പരാജയപ്പെടുത്തുകയും പാതാളത്തിലേക്ക് എന്ന പോലെ തടവിലാക്കുകയും ചെയ്തു. എങ്കിലും തടവിലാക്കപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് താൻ ഒരു ദിവസം പ്രതികാരം ചെയ്യാൻ മടങ്ങിവരുമെന്ന് മൊറിഗാന പ്രതിജ്ഞയെടുത്തു. നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു കഥയാരംഭിക്കുകയാണ്. തന്റെ സാധാരണ വീട്ടു സാഹചര്യത്തിൽ ഉണർന്ന മറ്റൊരു സാധാരണ സ്കൂൾ ദിനത്തിനായി തയ്യാറെടുക്കുന്ന അലക്സ് എന്ന കൊച്ചു ബാലനെ നമ്മൾ പരിചയപ്പെടുന്നു. അവൻ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. അവന്റെ മാതാപിതാക്കൾ കുറച്ചുകാലം മുമ്പ് വേർപിരിഞ്ഞിരുന്നു. വേഗത്തിലൊരു പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവൻ പുറത്തേക്കിറങ്ങി. തന്റെ ജീവിതം അസാധാരണമായൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണെന്ന് അവനപ്പോൾ അറിഞ്ഞിരുന്നതേയില്ല. സ്കൂളിലേക്കുള്ള വഴിയിൽ 2 ബുള്ളീസിന്റെ ശല്യം നേരിടുന്ന തന്റെ ഉറ്റ സുഹൃത്ത് ഫെലിക്സിൽ നിന്ന് അലക്സിനൊരു സന്ദേശം എത്തി. ഒട്ടും മടിക്കാതെ അലക്സ് സഹായിക്കാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ആ ബുള്ളീസ് ആകട്ടെ ഫെലിക്സിനെ തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുകയായിരുന്നു. ലാൻസ് എന്ന വിദ്യാർത്ഥിയായിരുന്നു അവരിലൊരാൾ. ലാൻസ് അലക്സ് വരുന്നത് ശ്രദ്ധിക്കുകയും പിന്മാറുന്നതിനു പകരം അവനെ നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. പക്ഷേ സുഹൃത്തിനെ സംരക്ഷിക്കാൻ ഉറച്ച് അലക്സ് എഴുന്നേറ്റു. അതോടെ അവിടെ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ആ തർക്കം പെട്ടെന്ന് വഷളാവുകയും ഒടുവിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് അവർക്ക് പോകേണ്ടി വരികയും ചെയ്തു. സ്കൂളിലെ കർക്കശക്കാരിയായ അഡ്മിനിസ്ട്രേറ്റർ മിസ് ലീ അലക്സിനെ ശാസിച്ചു. ഇനിയൊരു വഴക്കുണ്ടായാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. അടുത്ത ദിവസം ലാൻസിനും അവന്റെ കൂട്ടാളി കേക്കുമൊപ്പം അലക്സിനും ഒരു സ്വഭാവ രൂപീകരണ സെഷനിൽ പങ്കെടുക്കാൻ നിർദ്ദേശം ലഭിച്ചിരുന്നു. മുന്നറിയിപ്പുണ്ടായിട്ടും സെഷന് ശേഷം പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച 2 ബുള്ളീസ് അവനെ പിന്തുടർന്നപ്പോ പ്രശ്നങ്ങൾ വീണ്ടും അവനെ തേടി എത്തുകയായിരുന്നു. രക്ഷപ്പെടാൻ അവൻ ഓടിമാറി. പരിചയമില്ലാത്ത തെരുവുകളിലൂടെ അവൻ ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അലക്സ് പണി പൂർത്തിയാകാത്ത നിർമ്മാണ സ്ഥലത്തെത്തിച്ചേർന്നു. പിന്തുടരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ അവൻ ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന അപകടകരമായ ഒരു നീക്കം നടത്തി. പക്ഷേ നിലത്ത് വീണതും അവൻ ബോധരഹിതനായി. അത് കണ്ട് പരിഭ്രാന്തരായ ലാൻസും കെയും എന്തോ മോശമായത് സംഭവിച്ചു എന്ന് കരുതി അവിടെ നിന്ന് ഓടിപ്പോയി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ അലക്സിന് ബോധം തെളിഞ്ഞു. നേരിയ തലകറക്കമുണ്ടായെങ്കിലും അവന് സാരമായി പരിക്കൊന്നുമേറ്റിരുന്നില്ല. ആ വീഴ്ച അവനെ ഒട്ടും ബാധിക്കാത്തതുപോലെയായിരുന്നു കാണപ്പെട്ടത്. അതവനിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞ് അവൻ ദേഹത്തെ മണ്ണെല്ലാം തട്ടിക്കളഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ ആരംഭിച്ചു. മടങ്ങുന്ന വഴിയിൽ അവൻ അസാധാരണമായ ഒന്ന് കണ്ടു. ഒരു പാറയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഒരു വാൾ. കൗതുകം തോന്നിയതിനാലും ഓട്ടത്തിന്റെ പരിഭ്രമം മാറാത്തതിനാലും അവൻ ആയുധത്തിന്റെ അടുത്തെത്തിക്കൊണ്ട് അതിന്റെ പിടിയിൽ കൈകൾ ചുറ്റിപ്പിടിച്ചു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു പ്രയത്നവുമില്ലാതെ ആ വാൾ സുഗമമായി പുറത്തേക്കൂരി വന്നു. അതിന്റെ യഥാർത്ഥ പ്രാധാന്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ അവനത് തന്റെ കൂടെയെടുക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അവനത് ഫെലിക്സിനെ കാണിച്ചു. ഫെലിക്സ് അതിലെ ലാറ്റിൻ ലിഖിതം പരിശോധിക്കുകയായിരുന്നു ചെയ്തത്. അവന്റെ അന്വേഷണം അത്ഭുതകരമായൊരു കണ്ടെത്തലിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചത്. ദീർഘകാലമായി അലക്സിന്റെ കൂടെയില്ലാത്ത അവന്റെ പിതാവിന്റെ അതേ നാട്ടിൽ നിന്നാണ് ആ വാളുള്ളത്. അതറിഞ്ഞതും ആർതർ രാജാവിനെയും എക്സ്കാലിബർ എന്ന വാളിനെയും കുറിച്ചുള്ള കുട്ടിക്കാലത്തെ കഥകളുടെ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. എന്നാൽ തന്റെ കൈവശമുള്ള ഈ വാൾ ഒരു കൃത്രിമ നിർമ്മിതി അഥവാ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഒരു റെപ്ലിക്ക മാത്രമായിരിക്കും എന്ന ചിന്തയോടെയായിരുന്നു അലക്സ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഭാവിയെക്കുറിച്ചും വിധിയെക്കുറിച്ചുമുള്ള ചിന്തകളിലൊന്നും താല്പര്യമില്ലാതെ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് അവൻ ആ വാളെടുത്ത് തന്റെ അലമാരയിലേക്ക് എറിഞ്ഞു. തന്റെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുന്നു എന്ന കുട്ടി അറിഞ്ഞിരുന്നതേയില്ല.
തൊട്ടടുത്ത ദിവസം സ്കൂളിൽ അപരിചിതനായ ഒരു പുതിയ വിദ്യാർത്ഥി എത്തി. മെർലിൻ എന്ന പേരുള്ള വിചിത്രനായ പുതിയൊരു വിദ്യാർത്ഥി. അവൻ മറ്റുള്ളവരെ പോലെ ഒരു കൗമാരക്കാരനായി തോന്നിയെങ്കിലും ആർക്കും നിഷേധിക്കാനാവാത്ത എന്തോ ഒരു വിചിത്രത അവനിലുണ്ടായിരുന്നു. അവന്റെ പെരുമാറ്റം, സംസാരം, അവന്റെ സാന്നിധ്യം പോലും അത്രമേൽ അസ്വാഭാവികമായി തോന്നി. അതിലും അസ്വസ്ഥതയുണ്ടാക്കിയതാകട്ടെ അലക്സിന് മേലുള്ള അവന്റെ പ്രത്യേക ശ്രദ്ധയായിരുന്നു. അലക്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ അത്രമേൽ തീവ്രതയോടെയായിരുന്നു ആ പയ്യൻ നോക്കിയിരുന്നത്. ഒടുവിൽ മെർലിൻ എന്ന ആ പയ്യൻ അലക്സിനെ സമീപിച്ച് ഒരു അപസൂചന നൽകി. കൃത്യം 4 ദിവസത്തിനുള്ളിൽ ഒരു സൂര്യഗ്രഹണം സംഭവിക്കും. അതോടൊപ്പം മോർഗാന എന്ന മന്ത്രവാദിനി ലോകത്തെ നശിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പാതാളത്തിൽ നിന്ന് ഉണർന്നു വരും. പക്ഷെ ആ പയ്യൻ എന്തോ വിഡ്ഢിത്തം പറയുന്നു എന്ന് കരുതി അതൊന്നും കേൾക്കാൻ അലക്സിനൊട്ടും ക്ഷമയുണ്ടായില്ല. മെർലിൻ എന്ന ആ പയ്യനെ ഭ്രാന്തനായ ഒരു വിചിത്ര ജീവിയെപ്പോലെ തള്ളിക്കളഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. ചക്രവാളത്തിനും അപ്പുറം ഒളിച്ചിരിക്കുന്ന ആപത്തിനെ കുറിച്ച് അവൻ തീർത്തും മഗ്നനായിരുന്നു. മെർലിന്റെ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞെങ്കിലും തന്നെ വിരിഞ്ഞു മുറുക്കിയ ആ ഭയാനകമായൊരു വികാരം അലക്സിന് മാറ്റാൻ കഴിഞ്ഞില്ല. മെർലിൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അതവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. തനിക്ക് കിട്ടിയ ആ വാൾ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് ഭയന്ന് അത് കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവയ്ക്കാൻ അലക്സ് ഉറച്ച തീരുമാനമെടുത്തു. എന്നാൽ അതവന് പ്രവർത്തിക്കാൻ കഴിയുന്നതിനു മുമ്പേ അവന്റെ കിടപ്പുമുറിയുടെ ജനലിന് പുറത്തുനിന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ശബ്ദം അവന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി. അവൻ ജാഗ്രതയോടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ മുന്നിലെ കാഴ്ച കണ്ട് അവന്റെ ഹൃദയം പടപടാ ഇടിച്ചു. മണ്ണിൽ നിന്ന് ഒരു ഭീകരജീവി ഉയർന്നു വരികയായിരുന്നു. അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ അവനിൽ ഉടക്കി നിന്നു. ആ ജീവി ഭയപ്പെടുത്തുന്ന വേഗതയിൽ അലക്സിന്റെ മുറിയിലേക്ക് നേരിട്ട് പാഞ്ഞെടുത്തു. കടുത്ത പരിഭ്രാന്തിയിൽ അവൻ വാളെടുത്ത് പോരാടാൻ തയ്യാറായി. ദൃഢനിശ്ചയത്തോടെ അവൻ പോരാടിയിട്ടും ആ ജീവി വളരെ ശക്തനാണെന്ന് തെളിയുകയായിരുന്നു. അതവനെ അനായാസം മടിച്ചു നിലത്തുറപ്പിച്ചു നിർത്തി. അന്തിമ പ്രഹരത്തിനായി അതിന്റെ ആയുധമുയർത്തി. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ആ ജീവി പെട്ടെന്ന് വായുവിൽ അലിഞ്ഞു പോയി. യാതൊരു വിശദീകരണവും ഇല്ലാത്ത പോലെ അപ്രത്യക്ഷമായി. തമ്പിച്ചുപോയ അലക്സിന് എന്താ സംഭവിച്ചതെന്നും മനസ്സിലാക്കാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മെർലിൻ അവന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ അലക്സിനെ മരണത്തിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് മെർലിൻ ശാന്തമായി വിശദീകരിച്ചു. സത്യം മനസ്സിലാക്കാൻ അടുത്ത ദിവസം അടുത്തുള്ള ഒരു ഭക്ഷണശാലയിൽ വന്ന് തന്നെ കാണാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴും സംശയമുണ്ടായിരുന്നെങ്കിലും തൊട്ടുമുമ്പ് തന്റെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങൾ അവഗണിക്കാൻ അലക്സിന് കഴിയില്ലായിരുന്നു. അടുത്ത ദിവസം അലക്സ് ഫെലിക്സിനെയും കൂട്ടി മെർലിൻ പറഞ്ഞ ആ ഡൈനറിലേക്ക് തിരിച്ചു. അവിടെ എത്തി അവർ കണ്ടത് അവരെ അത്ഭുതപ്പെടുത്തി. മെർലിൻ അവിടെ ഒരു ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. മറ്റുള്ളവരോടൊപ്പം ഇടകലർന്ന് ജീവിക്കുമ്പോഴും അവൻ വ്യക്തമായും അവരിരുവരും വരാൻ കാത്തിരിക്കുക കൂടിയായിരുന്നു. അവർ വന്നിരുന്നു കഴിഞ്ഞപ്പോ അവനും അവിടെ എത്തിയിരുന്നു. പിന്നാലെ തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി. മോർഗാനയെ തടയാൻ മടങ്ങി വന്ന ഒരു പുരാതന മന്ത്രവാദിയാണ് അവൻ. കൃത്യമായി പറഞ്ഞാൽ പണ്ട് അരാജകത്വം ലോകത്തിൽ വന്നപ്പോ വാൾ കുത്തിയിറക്കി ലോകത്തെ സംരക്ഷിച്ച അതേ മന്ത്രവാദി. മെർലിൻ ലോകത്തെ ഇരുട്ടിലാക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മോർഗാന എന്ന ദുഷ്ട മന്ത്രവാദിനിയെപ്പറ്റി മെർലിൻ വിശദീകരിച്ചു. ലോകത്തെ രക്ഷിക്കാൻ അലക്സിന് മാത്രമേ കഴിയൂ എന്ന് മെർലിൻ വിശദീകരിക്കുകയും ചെയ്തു. അത് കേട്ട അലക്സ് സ്തബ്ധനായി. മെർലിൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവന് ഭയപ്പെടുത്തുന്ന ആ ദൃശ്യം കാണിച്ചു കൊടുത്തു. മോർഗാനയുടെ ഭീകരസേന ആധിപത്യം പുലർത്തുന്ന ഒരു ലോകം, തീയും നിഴലുകളും വിഴങ്ങിയ ഒരു ഭയാനകമായ ലോകം. അത് അലക്സിന്റെ ഉള്ളുലച്ചു. എന്നിട്ടും അവന് പൂർണ്ണമായും വിശ്വാസമായില്ല. എന്തായാലും ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കി എല്ലാം അവസാനിപ്പിക്കാൻ ഉറച്ച് അലക്സും ഫെലിക്സും ചേർന്ന് വാളതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തിരികെ കൊണ്ടുവയ്ക്കാൻ പുറപ്പെട്ടു. എന്നാൽ അവർ ആ സ്ഥലത്തേക്ക് അടുത്തപ്പോ പ്രശ്നങ്ങൾ വീണ്ടും അവരെ തേടിയെത്തി. ബുള്ളീസായ ലാൻസും കെയും അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അതിനോടകം ആ വാൾ അലക്സ് തിരികെ കുത്തിവെച്ചിരുന്നു. വിലപിടിപ്പുള്ള എന്തോ ഒന്നാണ് ആ വാളെന്ന് കരുതി ആ ബുള്ളീസ് അത് ബലമായി പറിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അലക്സ് കുത്തിവെച്ചെടുത്തു നിന്ന് അത് വലിച്ചു പുറത്തെടുക്കാൻ അവരിരുവർക്കും സാധിച്ചതേയില്ല. ആ വാൾ ഒന്നണങ്ങിയതുപോലുമില്ല. പിന്നീട് വളരെ അനായാസമായി അലക്സ് ഒറ്റ നീക്കത്തിലൂടെ ആ വാൾ ഉയർത്തി. അത് അവന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വ്യക്തമായി തെളിയിച്ചു. അത് കണ്ട അക്ഷരാർത്ഥത്തിൽ ആ 2 ബുള്ളീസും ഭയന്നിരുന്നു. പിന്നാലെ മോർഗാനയെപ്പറ്റിയും താനറിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും അലക്സ് ആ ബുള്ളീസിനോട് പറഞ്ഞു. മോർഗാനയ്ക്കെതിരെയുള്ള ഏറ്റുമുട്ടലിൽ തന്റെ കൂടെ നിൽക്കാൻ ആ ബുള്ളീസിനെ അവൻ ക്ഷണിച്ചു. പക്ഷെ ആ ബുള്ളീസിന് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുന്നതിനു മുമ്പേ അങ്ങോട്ടേക്ക് മോർഗാനയുടെ ഡീമൻസ് എത്തി. ആ അസ്ഥിക്കൂട യോദ്ധാക്കൾ നിഴലുകളിൽ നിന്ന് ഉയർന്നു വന്ന് ക്രൂരമായ കൃത്യതയോടെ ആക്രമിച്ചു. ആ 4 കുട്ടികളും ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് അതോടെ നയിക്കപ്പെട്ടു. പ്രഹരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കഷ്ടിച്ചു മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. കടുത്ത പോരാട്ടത്തിനു ശേഷം ആ സംഘത്തിന് തെരുവുകളിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും നഗരം പൂർണ്ണമായും തകിടം മറിഞ്ഞ നിലയിലായിരുന്നു. വഴികളെല്ലാം
അടഞ്ഞതോടെ അലക്സ് ധീരമായ ഒരു തീരുമാനമെടുത്തു. വിജനമായി കിടക്കുന്ന റോഡിൽ നിന്ന് അവരൊരു കാർ എടുക്കാൻ തീരുമാനിച്ചു. ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവർ തെരുവുകളിലൂടെ മുന്നോട്ട് നീങ്ങി. അവശേഷിച്ച അസ്ഥിക്കൂട യോദ്ധാക്കളെ ചേസിങ്ങിനിടയിൽ തന്നെ അവർ പ്രതിരോധിച്ചു. ആ ഭീഷണി മറികടക്കാൻ അവർ ഉപയോഗിച്ചത് തങ്ങളുടെ ബുദ്ധിയായിരുന്നു. അസ്ഥിക്കൂട യോദ്ധാക്കൾ ഇല്ലാതായതും ആ സമയത്തിൽ നിഗൂഢമായി ലോകത്തുനിന്ന് അപ്രത്യക്ഷരായ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായെങ്കിലും യാതൊരു പരിക്കുമില്ലാതെ തങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പ്രശ്നങ്ങൾ വഷളാവാൻ പോവുകയാണെന്നും ഒക്കെ അവസാനിപ്പിക്കാൻ തങ്ങളുടെ മുമ്പിൽ ഇനി കുറച്ചു സമയമേ ഉള്ളൂ എന്നതോടെ അലക്സ് തിരിച്ചറിഞ്ഞു. തങ്ങളുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്റെ സംഘത്തെ തന്റെ വീട്ടിൽ അവൻ വിളിച്ചുകൂട്ടി. തന്റെ പിതാവ് താമസിക്കുന്നു എന്ന് കരുതുന്ന ഒരു നിഗൂഢ ദ്വീപിലേക്ക് യാത്ര ചെയ്യാനുള്ള തന്റെ പദ്ധതി അവൻ അവരോട് വെളിപ്പെടുത്തി. മോർഗാനയെ പരാജയപ്പെടുത്താനുള്ള താക്കോൽ അദ്ദേഹത്തിന്റെ പക്കലുണ്ടാകും എന്നവൻ പ്രത്യാശിച്ചു. മടിയുണ്ടായിരുന്നെങ്കിലും കൂട്ടുകാരുടെ ആ സംഘം ഒടുവിൽ അതിന് സമ്മതിച്ചു. അങ്ങനെ മുന്നിലുള്ള അപകടകരമായ യാത്രയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. ദ്വീപിലേക്കുള്ള യാത്ര തുടരുമ്പോൾ ഓരോ യഥാർത്ഥ യോദ്ധാവും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടമായ വീര്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലാൻസിനും കേക്കും പകർന്നു നൽകാൻ മെർലിൻ ആ അവസരം ഉപയോഗിച്ചു. മെർലിനും അവരുടെ കൂടെയുണ്ടായിരുന്നു. അന്തസ്സും ധീരതയും ഒത്തൊരുമയുമായിരിക്കും മോർഗാനയ്ക്കെതിരെയുള്ള അവരുടെ ഏറ്റവും വലിയ ആയുധങ്ങളെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അവരെ കൂടുതൽ സജ്ജരാക്കാൻ മെർലിൻ അവരെ അവരുടെ പോരാട്ടവീര്യം പരീക്ഷിക്കപ്പെടുന്ന വിജനമായ പരിശീലന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് മെർലിൻ അവർക്കായി വാളുകൾ നിർമ്മിച്ചു. തുടർന്ന് ചുറ്റുമുള്ള മരങ്ങൾക്ക് ജീവൻ നൽകി അവരെ എതിരാളികളാക്കി മാറ്റി. ആ മാന്ത്രിക മരങ്ങൾ കൃത്യതയോടെ ആക്രമിച്ചപ്പോ അലക്സിനും കൂട്ടുകാർക്കും പെട്ടെന്നതുമായി പൊരുത്തപ്പെട്ട് പോരടിക്കേണ്ടി വന്നു. ആ പരിശീലനം അവരുടെ സാങ്കേതികതയും ഒത്തൊരുമയും വല്ലാതെ കൂട്ടി. അവരുടെ പരിശീലനം തീവ്രമായപ്പോ ഭക്ഷണം ശേഖരിക്കുന്നതിനായി മെർലിൻ താൽക്കാലികമായി അവിടുന്ന് പോയി. വെല്ലുവിളികളെ സ്വയം നേരിടാൻ അവരെ അദ്ദേഹം തനിച്ചാക്കിയിരുന്നു. അതാകട്ടെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഘട്ടവുമായിരുന്നു. അവർ അറിയാതെ മോർഗാന അവരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള തക്കം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. മെർലിൻ പോയ നിമിഷം ആ മാന്ത്രിക മരങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും ആ മരങ്ങൾ ഉപയോഗിച്ച് അലക്സിനെയും കൂട്ടുകാരെയും ആക്രമിക്കാനുള്ള അവസരം മോർഗാന മുതലാക്കി. അതുവരെ നിഷ്പക്ഷമായിരുന്ന പരിശീലന പങ്കാളികൾ അതോടെ അലക്സിനും മറ്റും ശത്രുക്കളായി മാറി. ആ യുവയോദ്ധാക്കളെ പാതാളത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആ മരങ്ങളുടെ ശാഖകൾ നീണ്ടുവന്നു. അവർ പരമാവധി ശ്രമിച്ചിട്ടും ആ മരങ്ങൾ വളരെയധികം ശക്തിയേറിയതാണെന്ന് തെളിഞ്ഞു. ഓരോ ഘട്ടത്തിലും അതവരെ കീഴ്പ്പെടുത്തി. മോർഗാനയുടെ താവളത്തിലേക്ക് അവർ വലിച്ചിഴക്കപ്പെടും എന്നുറപ്പായ നിമിഷത്തിൽ അലക്സ് വല്ലാത്തൊരു അവസ്ഥയിൽ മെർലിനെ വിളിച്ചു. അപകടം മണത്തറിഞ്ഞ് ആ മന്ത്രവാദി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും മരങ്ങൾക്കുമേലുള്ള മോർഗാനയുടെ നിയന്ത്രണം തകർക്കുന്ന ഒരു മാന്ത്രിക പ്രവാഹം പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അലക്സിന്റെ സംഘം രക്ഷിക്കപ്പെട്ടു. എന്നാൽ യുദ്ധത്തിന് വലിയൊരു വില നൽകേണ്ടി വന്നിരുന്നു. വളരെയധികം ഊർജം ചെലവഴിച്ചതിനാൽ മെർലിൻ തീർത്തും ദുർബലനായി മാറി. ശക്തി വീണ്ടെടുക്കാൻ മാറി നിൽക്കുകയല്ലാതെ മറ്റു വഴികളില്ലാത്തതിനാൽ മെർലിൻ താൽക്കാലികമായി അവരെ തനിച്ചാക്കി പോയി. സംഘത്തിനുള്ളിലെ അസ്വാരസ്യങ്ങൾ ഉടൻ തന്നെ വർദ്ധിക്കാനും ആരംഭിച്ചു. അതോടെ നിരാശമൂത്ത ലാൻസ് അവരുടെ സാഹചര്യങ്ങളിൽ മടുത്ത് എക്സ്കാലിബർ വാളെടുത്ത് അവിടെ നിന്ന് പോകുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ അലക്സ് അതിന് സമ്മതിച്ചില്ല. അതോടെ അവർക്കിടയിലുണ്ടായ ചൂടേറിയ തർക്കം ഒരു സമ്പൂർണ്ണ വാൾപ്പയറ്റായി മാറി. ഇരുവരും ആവേശത്തോടെ പോരാടിയപ്പോ വാളുകൾ തമ്മിൽ കൂട്ടിയുരസി. അവരുടെ വികാരങ്ങൾ ഓരോ പ്രഹരത്തിനും ആക്കം കൂട്ടി. തുടർന്ന് ശക്തമായ ഏറ്റുമുട്ടലിൽ ഒന്ന് സംഭവിച്ചു. ആർദർ രാജാവിന്റെ ഐതിഹാസിക വാളായ എക്സ്കാലിബർ തകർന്നുപോയി. തകർന്ന ആ വാളിന്റെ കഷ്ണങ്ങളിലേക്ക് നോക്കി നിന്ന ആ സംഘത്തിനു മേൽ നിശബ്ദത പടർന്നു. ദേഷ്യം വന്ന ലാൻസ് സംഘം തന്നെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ഉറച്ച അലക്സ് ആകട്ടെ വഴികാട്ടലിനായി ആർദർ രാജാവിന്റെ കഥകളിലേക്ക് തിരിഞ്ഞു. തന്റെ അന്വേഷണത്തിലൂടെ എക്സ്കാലിബർ പുനർനിർമ്മിക്കാനുള്ള ശക്തിയുള്ള ലേഡി ഓഫ് ദി ലേക്ക് എന്ന നിഗൂഢ ജീവിയെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. വാളിന്റെ തകർന്ന കഷ്ണങ്ങൾ മുറുകെ പിടിച്ച് അവനടുത്തുള്ള ഒരു ജലാശയത്തിലേക്ക് പോയി. അവളെ വിളിച്ചു. മറുപടിയായി ഉപരിതലത്തിന് താഴെ നിന്ന് ഒരു തിളങ്ങുന്ന രൂപം ഉയർന്നു വന്നു. അവളുടെ സാന്നിധ്യം പരലോകത്തു നിന്നുള്ളതാണെന്ന് തോന്നിപ്പിച്ചു. തന്റെ കൈയൊന്ന് വീശിക്കൊണ്ട് അവൾ മാന്ത്രികമായി എക്സ്കാലിബറിനെ പൂർവ്വസ്ഥിതിയിലാക്കി. അതിന്റെ ഐതിഹാസിക ശക്തി ഒരു തിളക്കത്തോടെ മടങ്ങിയെത്തി. ആ അത്ഭുത സംഭവത്തിന് സാക്ഷിയായ ലാൻസ് വിസ്മയിച്ചു. തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയവൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയും ചെയ്തു. അവന്റെ വിശ്വസ്തത അങ്ങനെ പുതുക്കപ്പെട്ടതോടെ ആ സംഘം വീണ്ടും ഒന്നായി. ആ കഠിനമായ പരീക്ഷണത്തിൽ നിന്ന് മുൻപത്തേക്കാൾ ശക്തരും കൂടുതൽ ഒന്നിപ്പുള്ളവരുമായി അവർ ഉയർന്നു വന്നു.
അവരുടെ യാത്ര തുടർന്നു. മുന്നോട്ടു പോകുമ്പോൾ അവർ കുതിരകളിൽ വരുന്ന ചില യോദ്ധാക്കളെ കണ്ടു. പെട്ടെന്ന് വേഗതയിൽ പോകാമെന്ന പ്രതീക്ഷയിൽ അലക്സ് അവരുടെ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ആ യോദ്ധാക്കൾ തങ്ങളുടെ കുതിരകളെ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. എന്നിരുന്നാലും അവരുടെ കൂടെ അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവർ മുമ്പോട്ടു പോകുമ്പോൾ അലക്സിന്റെ വാൾ വീണ്ടും തിളങ്ങാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കൾ അപ്രത്യക്ഷരായി. ഒരു അസ്ഥിക്കൂട സൈന്യം ഉയർന്നു വന്നവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. ശക്തമായ ഏറ്റുമുട്ടലും ചേസിംഗുമായിരുന്നു അവിടെ നടന്നത്. അപ്പോഴാണ് അലക്സ് ഒന്ന് ശ്രദ്ധിച്ചത്. ആക്രമിക്കാൻ വരുന്ന ഓരോ ഡീമനും വാളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അതോടെ എക്സ്കാലിബർ രക്ഷപ്പെടാൻ ഉപയോഗിക്കാം എന്നവൻ തീരുമാനിച്ചു. അവൻ ഒരു ധീരമായ പദ്ധതി തയ്യാറാക്കി. അസ്ഥിക്കൂട സൈന്യത്തെ കുത്തനെയുള്ളൊരു മലഞ്ചെരുവിലേക്ക് അവൻ ആകർഷിച്ചു കൊണ്ടുപോയി. പിന്നാലെ അവരെ വെട്ടിച്ച് അവൻ താഴേക്കിറങ്ങി നിന്നു. ആകർഷിച്ച് പാഞ്ഞുവന്ന അസ്ഥിക്കൂടി സൈന്യങ്ങൾ മലഞ്ചെരുവിൽ നിന്ന് താഴ്ചയിലേക്ക് പതിച്ച് ഒന്നൊന്നായി ഇല്ലാതായി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ അലക്സ് ഒരു സുപ്രധാന തീരുമാനമെടുത്തു. താനല്ലാതെ മറ്റാരും അത് പുറത്തെടുക്കില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൻ എക്സ്കാലിബറിനെ ഒരു പാറയിൽ ആഴ്ത്തി വെച്ചു. വാൾ സുരക്ഷിതമായി അങ്ങനെ ഒളിപ്പിച്ചു വെച്ച് തന്റെ അടുത്ത വലിയ മുന്നേറ്റമാകുമെന്ന് അവൻ പ്രതീക്ഷിച്ച് ലക്ഷ്യത്തിലേക്ക് അവൻ പുറപ്പെട്ടു. അതായത് തന്റെ പിതാവ് താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന വീട് കണ്ടെത്തുക. അലക്സ് ഒടുവിൽ തന്റെ പിതാവിന്റെ എന്ന് കരുതപ്പെടുന്ന വീട്ടിലെത്തി. പക്ഷെ അവനെ സ്വീകരിച്ചത് അവന്റെ ആന്റി സോഫിയായിരുന്നു. സങ്കടം നിറഞ്ഞ മുഖത്തോടെ അവർ കഠിനമായ സത്യം വെളിപ്പെടുത്തി. അവന്റെ പിതാവ് അവൻ ഭാവനയിൽ കണ്ടതുപോലെയുള്ള ഒരു നായകനൊന്നുമായിരുന്നില്ല. പകരം മാനസികമായി തകർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു വർഷം മുമ്പ് അദ്ദേഹം എല്ലാവരെയും ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ആരുമൊന്നും കേട്ടിട്ടില്ല. ആ വെളിപ്പെടുത്തൽ അലക്സിനെ തകർത്തു കളഞ്ഞു. തനിക്ക് വഴികാട്ടാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിച്ച ഒരേ ഒരു വ്യക്തി അദ്ദേഹത്തെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടെ എല്ലാം കൊണ്ടും തകർന്നവൻ ആർതർ രാജാവിന്റെ പുസ്തകം നദിയിലേക്ക് എറിഞ്ഞു. എക്സ്കാലിബർ കൈവശം വെക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വിധി പൂർത്തിയാക്കാനോ താൻ യോഗ്യനല്ല എന്നവൻ ഉറപ്പിച്ചു. പക്ഷേ അവനെ കൂടുതൽ നിരാശയിലേക്ക് പോകാൻ അവന്റെ കൂട്ടുകാർ അനുവദിച്ചില്ല. തങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന എണ്ണമറ്റ ജീവനുകളെ കുറിച്ചായിരുന്നു ഫെലിക്സും ലാൻസും കെയും അവനെ ഓർമ്മിപ്പിച്ചത്. ഒരിക്കലും കൂടെയില്ലാതിരുന്ന ഒരു പിതാവിന് വേണ്ടിയല്ല, മറിച്ച് ഇപ്പോഴും അവനെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി പോരാടാൻ നിരാശയ്ക്കും മുകളിലേക്കും ഉയരാൻ അവർ അവനെ പ്രേരിപ്പിച്ചു. അവരുടെ അചഞ്ചലമായ പിന്തുണ അവന്റെ ദൃഢനിശ്ചയത്തെ വീണ്ടും ഉണർത്തി. അവനെ ആ തകർച്ചയുടെ അരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ആ നിമിഷത്തിൽ അലക്സ് എറിഞ്ഞുകളഞ്ഞ അതേ പുസ്തകവുമായി മെർലിൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് മെർലിൻ അവന് തിരികെ നൽകി. അലക്സിന്റെ യാത്ര അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിശബ്ദവും എന്നാൽ ശക്തവുമായ ഒരു സന്ദേശമായിരുന്നു അത്. പുതുക്കിയ ലക്ഷ്യബോധത്തോടെ അലക്സ് ആ പുസ്തകം വീണ്ടും തുറന്നു പഠിച്ചു. ഒടുവിലവൻ മോർഗാനയുടെ ഒളിഞ്ഞിരിക്കുന്ന കോട്ടയുടെ സ്ഥാനം കണ്ടെത്തി. മുന്നിലുള്ള യുദ്ധം തങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് അലക്സും കൂട്ടുകാരും പൂർണ്ണമായി തയ്യാറെടുക്കാൻ തീരുമാനിച്ചു. അവർ ഒരു വസ്ത്രാലങ്കാര കട സന്ദർശിച്ച് യോദ്ധാക്കളുടെ വേഷം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനായി താൽക്കാലിക കവചങ്ങളും മധ്യകാല ശൈലിയിലുള്ള വസ്ത്രങ്ങളും ശേഖരിച്ചു. ആ ആശയം പരമ്പരാഗതമല്ലായിരുന്നെങ്കിലും അത് അവരുടെ ഒത്തൊരുമയെ ശക്തിപ്പെടുത്തുകയും ദൗത്യത്തിലുള്ള അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്തു. ഉണർന്നുവന്ന പുതിയ ആത്മവിശ്വാസത്തോടെ ആ സംഘം മോർഗാനയുടെ കോട്ടയിലേക്ക് തിരിച്ചു. എന്നാൽ പുസ്തകത്തിൽ വിവരിച്ച സ്ഥലത്തെത്തിയപ്പോ അവർക്ക് വെറും ഒരു ശൂന്യമായ ഇടം മാത്രമായിരുന്നു കാണാൻ കഴിഞ്ഞത്. സംശയം ജനിക്കാൻ തുടങ്ങിയെങ്കിലും ഐതിഹ്യത്തെ വിശ്വസിക്കാൻ അലക്സ് തീരുമാനിച്ചു. അവൻ എക്സ്കാലിബർ നിലത്ത് കുത്തിയിറക്കി. തൽക്ഷണം അവർക്ക് മുന്നിൽ ഒരു മാന്ത്രിക പോർട്ടൽ തുറന്നു. അത് മോർഗാനയുടെ താവളത്തിന്റെ മറഞ്ഞിരിക്കുന്ന പ്രവേശന കവാടം വെളിപ്പെടുത്തി. പോർട്ടലിലൂടെ കടന്ന് അവർ വിശാലവും ഭയാനകവുമായ ഒരു കോട്ടയിലേക്ക് പ്രവേശിച്ചു. അന്തരീക്ഷം ഇരുണ്ട ഊർജത്താൽ നിറഞ്ഞതായിരുന്നു. ഓരോ നിഴലും സ്വന്തമായി ജീവനുള്ളതുപോലെ ചലിക്കുന്നതായി അനുഭവപ്പെട്ടു. അവർ പ്രധാന അറയിലേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്നവർ മറഞ്ഞിരുന്ന് ആക്രമിക്കപ്പെട്ടു. മോർഗാനയുടെ മാന്ത്രികതയാൽ നിയന്ത്രിക്കപ്പെടുന്ന മാന്ത്രിക മരച്ചില്ലകൾ പുറത്തേക്ക് നീണ്ട് അവരെ വരിഞ്ഞു മുറുക്കി. പരമാവധി ശ്രമിച്ചിട്ടും അലക്സിന്റെ കൂട്ടുകാർ പൂർണ്ണമായും കുടുങ്ങിപ്പോയി. രക്ഷപ്പെടാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി അവനായിരുന്നു. മറ്റു വഴികളില്ലാതെ അവരില്ലാതെ തന്നെ മോർഗാനയെ നേരിടേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് അവൻ തനിച്ച് മുന്നോട്ട് കുതിച്ചു. ഒടുവിലവൻ ആ മന്ത്രവാദിനിയുമായി മുഖാമുഖം കണ്ടുമുട്ടി. ഒട്ടും താല്പര്യമില്ലാതെ മോർഗാൻ അവനെ പരിഹസിച്ചു. യോദ്ധാവാകാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെന്ന രീതിയിൽ കളിയാക്കി. അവനെ ചെറുതായി കണ്ടു. ലോകത്തെ ഇരുട്ടിൽ മുക്കാനുള്ള അവളുടെ പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പിലായി കഴിഞ്ഞതിനാൽ അവന്റെ പ്രതിരോധം അർത്ഥശൂന്യമാണെന്ന് അവൾ പ്രഖ്യാപിച്ചു. എന്നാൽ ഭയപ്പെടാൻ അലക്സ് കൂട്ടാക്കിയില്ല. മോർഗാന ഭയങ്കരമായ ഒരു ഡ്രാഗൺ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ അവൻ എക്സ്കാലിബർ മുറുകെ പിടിച്ച് മുന്നോട്ടു പാഞ്ഞു. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് അവൻ ആ ഐതിഹാസിക വാളുകൊണ്ട് അവളെ കുത്തിക്കൊണ്ട് ശക്തമായ ഒരു പ്രഹരമേൽപ്പിച്ചു. ആ പ്രഹരം മോർഗാനയുടെ ശക്തി ക്ഷയിപ്പിച്ചു. വേദന കൊണ്ട് മോർഗാന അലറി വിളിച്ചു. മാരക
മാരകമായി മോർഗാനയ്ക്ക് പരിക്കേറ്റതോടെ മോർഗാനയുടെ കോട്ട അവർക്ക് ചുറ്റും തകരാൻ തുടങ്ങി. അലക്സ് തന്റെ സുഹൃത്തുക്കളെ മോചിപ്പിക്കാൻ ഓടിയെത്തി. കോട്ട തകർന്നടിയുന്നതിന് തൊട്ടുമുമ്പ് അവർ കഷ്ടിച്ച് പുറത്തു കടന്നു. അവർ രക്ഷപ്പെട്ടു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന അലക്സിന് വലിയൊരു വിജയവികാരം തോന്നി. ഒടുവിലവൻ അത് സാധ്യമാക്കിയിരിക്കുന്നു. മോർഗാന പരാജയപ്പെട്ടിരിക്കുന്നു. തന്റെ ദൗത്യം അവസാനിച്ചു എന്ന് വിശ്വസിച്ച് അലക്സ് ഒരു അന്തിമ തീരുമാനമെടുത്തു. അവൻ എക്സ്കാലിബറിനെ ജലാശയത്തിലേക്ക് നിക്ഷേപിച്ചു. ഐതിഹ്യങ്ങൾ പറയുന്നത് പോലെ അത് ഐതിഹാസികമായി ചേരേണ്ട നദിയിലേക്കെറിഞ്ഞു. വാൾ ഉപേക്ഷിക്കുകയും ലോകം പൂർണ്ണമായും സുരക്ഷിതമായി എന്ന് തോന്നുകയും ചെയ്തതോടെ അവൻ തന്റെ സാഹസികതകളെല്ലാം പിന്നിലുപേക്ഷിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കാൻ തയ്യാറായി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവനെന്തോ ഒരു തകരാറ് തോന്നി. അലക്സ് ഉണർന്നപ്പോ അവന്റെ വീടിനു ചുറ്റും മരച്ചില്ലകൾ ഇഴഞ്ഞു നടക്കുന്നു. അപകടം ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഭയാനകമായ സൂചനയായിരുന്നു അത്. അവന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് മെർലിൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മെർലിൻ ഭയപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. മോർഗാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ അതിജീവനം മാന്ത്രികതയുമായി മാത്രമല്ല അലക്സുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. മെർലിൻ വിശദീകരിച്ചു. ഒരു യോദ്ധാവെന്ന നിലയിലുള്ള അവന്റെ യാത്ര അപൂർണമാണ്. അവന്റെ പൂർണ്ണമായ സത്യസന്ധതയുടെയും പ്രതിബദ്ധതയുടെയും കുറവ് അവൾക്ക് മടങ്ങി വരാനുള്ള വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു. യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. തന്റെ പരിഹരിക്കപ്പെടാത്ത വികാരങ്ങളാണ് തന്നെ പിന്നോട്ട് വലിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അലക്സ് താൻ എന്നും ആകാൻ ഉദ്ദേശിച്ചിരുന്ന യോദ്ധാവായി മാറുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടെടുപ്പ് നടത്തി. അവൻ തന്റെ അമ്മയെ സമീപിച്ച് തന്റെ പെരുമാറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയും ഒടുവിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്ന് പറയുകയും ചെയ്തു. വാളിനെക്കുറിച്ചും മോർഗാനയെക്കുറിച്ചും ലോകത്തെ രക്ഷിക്കാനുള്ള തന്റെ ദൗത്യത്തെക്കുറിച്ചും അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും അമ്മയുമായി ഒത്തുചേരുകയും ചെയ്ത ആ നിമിഷം അവനെ വല്ലാതെ ശക്തനാക്കി. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവന്റെ അമ്മ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. സത്യം തെളിയിക്കാൻ ഉറച്ച് അലക്സ് ബാത്റൂമിലേക്ക് പോയി. ലേഡി ഓഫ് ദി ലേക്കിനെ വീണ്ടും വിളിച്ചു. ഒരു നിമിഷം കൊണ്ട് അവളുടെ പ്രകൃത്യാതീതമായ രൂപം വെള്ളത്തിൽ നിന്നുയർന്നു വന്നു. അവന്റെ അമ്മയുടെ കണ്ണിനു മുമ്പിൽ ആ ഐതിഹാസിക വാൾ പ്രത്യക്ഷപ്പെട്ടു. ലേഡി ഓഫ് ദി ലേക്ക് എക്സ്കാലിബർ അലക്സിന് തിരികെ നൽകി. തന്റെ മകൻ താൻ ഭാവനയിൽ കണ്ടതിനേക്കാൾ വലിയൊന്നിന്റെ ഭാഗമാണെന്ന് ആ അമ്മ അതോടെ തിരിച്ചറിഞ്ഞു. സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിച്ച് അലക്സ് ഒട്ടും സമയം കളഞ്ഞില്ല. സൂര്യഗ്രഹണത്തിന് 6 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. മോർഗാന അവളുടെ പൂർണ്ണശക്തി വൈകാതെ കൈവരിച്ചേക്കും. അതിനു മുമ്പ് മോർഗാനയെ നശിപ്പിക്കണം. ധീരമായൊരു പദ്ധതി അലക്സ് തയ്യാറാക്കി. അന്തിമ യുദ്ധത്തിൽ സഹായിക്കാൻ സ്കൂളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തുക. സ്കൂൾ മുറ്റത്ത് മുഴുവൻ വിദ്യാർത്ഥികളെയും വിളിച്ചുകൂട്ടി അലക്സും അവന്റെ സംഘവും തങ്ങളുടെ സാഹചര്യം വിശദീകരിച്ചു. എന്നാൽ പുരാതന മാന്ത്രികതയെക്കുറിച്ചും അസ്ഥിക്കൂട സൈന്യത്തെക്കുറിച്ചുമുള്ള അവരുടെ മുന്നറിയിപ്പുകളെ സംശയത്തോടെയും പരിഹാസത്തോടെയുമായിരുന്നു ആ വിദ്യാർത്ഥികൾ നേരിട്ടത്. മെർലിൻ മുന്നോട്ട് വരുന്നതുവരെ യോദ്ധാക്കളോടും മന്ത്രവാദികളോടും പോരാടുക എന്ന ആശയം വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞതേയില്ല. പക്ഷേ മെർലിൻ അവർക്ക് മുമ്പിൽ ഒരു പക്ഷിയായി രൂപം മാറി. നിഷേധിക്കാനാവാത്ത ആ മാന്ത്രിക പ്രകടനം അവരെ നിശബ്ദരാക്കി. പരിഹാസ ചിരികൾ മാറി. പകരം വിസ്മയവും തിരിച്ചറിവും വന്നു. ഓരോരുത്തരായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു. അലക്സിനൊപ്പം നിലകൊള്ളാനും പോരാടാനും തയ്യാറായി. അലക്സിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഒരു കോട്ടയായി മാറി. കെണികൾ നിർമ്മിക്കാനും പ്രതിരോധം ശക്തിപ്പെടുത്താനും ലോകത്തിന്റെ വിധി നിർണയിക്കുന്ന യുദ്ധത്തിനായി തയ്യാറെടുക്കാനും വിദ്യാർത്ഥികൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒടുവിൽ ഗ്രഹണം ആരംഭിച്ചു. മോർഗാനയുടെ അസ്ഥിക്കൂട സൈന്യം മണ്ണിൽ നിന്നുയർന്നു വന്ന് നിരന്തരമായ ആക്രമണം അഴിച്ചുവിട്ടു. ഭൂമി കുലുങ്ങി. എന്നാൽ ഇത്തവണ അലക്സും അവന്റെ കൂട്ടാളികളും പൂർണ്ണധൈര്യത്തിൽ തയ്യാറായി കഴിഞ്ഞിരുന്നു. കെണികൾ ഉപയോഗിച്ച് അവർ അസ്ഥിക്കൂട സൈന്യത്തെ വീഴ്ത്തി. കൃത്യമായ തന്ത്രത്തിന് എണ്ണക്കൂടുതലിനെ പരാജയപ്പെടുത്താം എന്നവർ തെളിയിക്കുകയായിരുന്നു. പക്ഷേ ആ അസ്ഥിക്കൂട സൈന്യം കൂടുതൽ ശക്തമായി വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ മോർഗാന നേരിട്ടെത്തിച്ചേർന്നു. അവളുടെ ജ്വലിക്കുന്ന ഭീകരരൂപം വല്ലാത്തൊരു ഊർജം പുറപ്പെടുവിപ്പിച്ചു. അതോടെ യുദ്ധം കടുത്തൊരു വഴിത്തിരിവിലേക്ക് കടന്നു. വേഗത്തിൽ ചിന്തിച്ച് അലക്സ് ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. അവൻ മോർഗാനയെ സ്കൂളിന്റെ മേൽക്കൂരയിലേക്ക് ആകർഷിച്ചു. അവളെ ദുർബലമായ അവസ്ഥയിലേക്ക് നയിച്ചു. വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് കയറുകളും താൽക്കാലിക നിയന്ത്രണങ്ങളും ഉപയോഗിച്ച് മോർഗാനയെ കുടുക്കി. അലക്സിന് അവന്റെ നീക്കം നടത്താൻ ആവശ്യമായ സമയം വരെ കെണികളിലൂടെ മോർഗാനയെ അവർ പിടിച്ചുവെച്ചു. മെർലിന്റെ സഹായത്തോടെ അലക്സ് മോർഗാനയുടെ മുകളിൽ കയറി. തന്റെ ധീരതയുടെ ഓരോ അംശവും സംഭരിച്ച് അവൻ എക്സ്കാലിബർ മോർഗാനയിലേക്ക് കുത്തിയിറക്കി. മോർഗാന ഒടുവിൽ പരാജയപ്പെട്ടു വീണു. അതോടെ ഭൂമി ഒന്നാകെ വല്ലാത്തൊരു ഗർജനം മുഴങ്ങി. അവളുടെ ഇരുണ്ട മാന്ത്രികത ഒന്നുമില്ലായ്മയിലേക്ക് മാഞ്ഞുപോയി. മോർഗാന ഇല്ലാതായതോടെ ലോകം പൂർണ്ണമായും സുരക്ഷിതമായി.
അടുത്ത ദിവസം അലക്സ് എക്സ്കാലിബർ വീണ്ടും തടാകത്തിലേക്ക് കൊണ്ടുപോയി ലേഡി ഓഫ് ദി ലേക്കിന് അത് തിരികെ നൽകി. അവളത് നന്ദിയോടെ സ്വീകരിച്ചു. അവന്റെ യാത്ര പൂർത്തിയായി. മെർലിൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മെർലിൻ അലക്സിനോടും സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞു. ലോകത്തിന് എപ്പോഴെങ്കിലും തന്നെ വീണ്ടും ആവശ്യമായി വന്നാൽ താൻ മടങ്ങിവരും എന്നുറപ്പു നൽകി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.